എൻ്റെ ഈശോയുടെ അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിന്നെ സ്റ്റക്കിംഗ് ഓഫ് ദി കവനന്റ് ഉണ്ട്. ഇവിടെ ഉടമ്പടി എവിടെയെങ്കിലും പോയി ഇടിച്ചു നിൽക്കാം. അത് രണ്ടുപേർക്കും കോമൺ ഫാക്ടറാണ്. മിനിക്കും അതുപോലെ തന്നെ അലിഷയ്ക്കും ഇവർ ഈ ഉടമ്പടി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും പോയിട്ട് ഡെഡ് എൻഡായിട്ട് ഇങ്ങനെ ഇടിച്ച് നിൽക്കാം. പിന്നെ ഫർദർ നോ മോർ ബിയോണ്ട് എന്നും പറഞ്ഞ ഒരു സിറ്റുവേഷൻസ് വരും ഉടമ്പടിയിൽ. എന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ഫാക്ട് വർക്ക് ചെയ്യണത്, ഇപ്പം മിനിയുടെ കാര്യത്തിലും ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ വർക്കിംഗ് കണ്ടീഷൻ അല്ല. ഭർത്താവ് സുഖപ്പെട്ടു, ആ മാരകമായ ശ്വാസകോശ രോഗിയായിരുന്ന ആൾ സുഖപ്പെട്ടു. പിന്നെ മക്കളുടെ കാര്യം വരുമ്പോൾ ഉടമ്പടി ഇടിച്ച് നിൽക്കാം. നോ മോർ ബിയോണ്ട് എന്നും പറഞ്ഞ് ഇടിച്ച് നിൽക്കാം. ഉടക്കി നിൽക്കില്ലേ, ഉടമ്പടിയിൽ ഉടക്കെന്ന് പറയും. ഇപ്പം മത്സ്യത്തൊഴിലാളികളൊക്കെ എപ്പം ഉപയോഗിക്കുന്ന വാക്കാണ് ഉടക്ക്. വല വിട്ട് കഴിഞ്ഞാൽ പാര കുടുങ്ങി നിൽക്കും, പിന്നെ വലിച്ചാൽ വരത്തില്ല. വരികയാണെങ്കിൽ മോശമായിട്ട് വലിക്കുകയാണെങ്കിൽ വല കീറിയും പോകും, ഉള്ള മീനും കൂടി പോകും. അങ്ങനെ ഉടക്കെന്ന് പറയണത്. ഉടമ്പടിയിൽ ഉടക്കുണ്ട്. ഉടക്കെന്ന് പറയുമ്പോൾ ഇവരുടെ രണ്ടുപേരും മിനിയുടെ അലിഷയുടെയും ഉടമ്പടി ഉടക്ക് സെയിമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സെക്കൻഡ് ഏജൻറ്റ് വന്നിട്ട് പറയും, ഇപ്പം അലിഷയുടെ അമ്മയാണ് പറയണത്, എന്തുകൊണ്ടാണ് നിനക്ക് ഫർദർ ആയിട്ടുള്ള വീണ്ടും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതിന് കാരണം നീ ഉടമ്പടിയിലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാത്ത കൊണ്ടാണ്. അതാണ് സംഭവം. എല്ലാവർക്കും ഉടമ്പടി ഉടക്ക് വരുന്നതിന് മെയിൻ സംഭവം ഉടമ്പടി ഉടക്ക്. ഇപ്പം മിനിയുടെ കാര്യത്തിലും അങ്ങനെയാണ്. മകൻ്റെ കാര്യത്തിന് ഒരു മൂവ്മെൻ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ മൂവ്മെൻ്റ് ഉണ്ടാകാതെ വരുമ്പോൾ മിനി സ്വയമായിട്ട് തന്നെ എക്വിപ്ഡ് ആയത് കാരണം അവൾ മനസ്സിരിച്ചറിയും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാത്തത് കൊണ്ടാണെന്ന്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങും. പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവൃത്തി എന്ന് രോഗികളെ കാണുന്നത്. കാരുണ്യ പ്രവൃത്തിക്ക് പകരം പ്രേക്ഷിത പ്രവൃത്തി ആകത്തില്ല. പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറയുന്നത് യേശുവിനെ അറിയാത്തവരെ അറിയിക്കുന്ന, അതിനാണ് ഈ പത്രം കൊടുക്കണമെന്ന് പറയണത്. പത്രം കൊടുക്കുമ്പോൾ എന്ന് പറയണത്, പത്രം കൊടുക്കുമ്പോൾ അവർ ചെയ്യണത്, ചിലരിങ്ങനെ പത്രം കൂളായിട്ട് കൊടുത്തിട്ട് പോരും. ചിലർ പത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കൃപാസനത്തെക്കുറിച്ച് പറയും, മാതാവിനെക്കുറിച്ച് പറയും. സ്വാതി പറയണത് ഈ ഉടമ്പടിയിൽ പുഷ് പുള്ളെന്ന് പറഞ്ഞ് വേറെ ഒരു പ്രക്രിയ കാണുന്നുണ്ട്. പുഷ് പുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സൽപ്രവർത്തികളും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഉടമ്പടി പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഉടമ്പടിയെ പുറകിൽ തള്ളി മുമ്പോട്ട് കൊണ്ടുപോകണതാണ്. ഈ മുമ്പിൽ നിന്ന് വലിക്കണ ഒരു പരിപാടിയുണ്ട്. മുമ്പിൽ നിന്ന് വലിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പ്രയോജനമുള്ള കാറ്റഗറിയിലേക്ക് നമ്മൾ ഉടമ്പടിയെ മൂവ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പം ഇവളെന്താ പറയണത്, സ്വാതി എന്താ പറയണത്? സ്വാതി പറയണത്, കർത്താവേ, സ്വാതിയുടെ പ്രാർത്ഥനകൾ അവസാന കാലമാകുമ്പോൾ ഉടമ്പടി ക്രാക്കിംഗ് കണ്ടീഷനിലേക്ക് പോകുമ്പോൾ സ്വാതി അപ്പം പ്രാർത്ഥിക്കണേ, കർത്താവേ, എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് പറയണത്. ഞങ്ങളുടെ നാട്ടിലെ ചേച്ചിക്ക് ഇന്നത് സംഭവിച്ചു, രോഗം ഇങ്ങനെ സുഖപ്പെട്ടു, ജോലി അങ്ങനെ കിട്ടിയെന്നൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ പരിചയപ്പെടുത്തുന്നത്. ഈശോ, ഞാൻ നിന്നെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. എനിക്ക് നിന്നെ പരിചയപ്പെടുത്തണമെങ്കിൽ എനിക്ക് നീ സ്വന്തം അനുഭവങ്ങൾ തരണമെന്ന് പറയും. അവിടെ വിഷയം അതാണ്. ഇവർ പറഞ്ഞത് ഇവരുടെ നിയോഗം നിറവേറ്റാനാണ് പറയണത്. പക്ഷെ പറയണ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ വ്യത്യാസമുണ്ട്. നിങ്ങൾ പറയും ഭർത്താവിൻ്റെ കുടി മാറണേ പറഞ്ഞാൽ ഈ ജന്മം മാറത്തില്ല. കാര്യം അത് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രയർ സെറ്റ് ചെയ്തിരിക്കുന്ന രീതി
അതിൻ്റെ സെൻറ്റർ പോയിന്റ് നിങ്ങളാണ്, ദൈവമല്ല. നിങ്ങളുടെ കുടി മാറിയിട്ട് കർത്താവിന് എന്ത് കിട്ടാനാണ്? നിങ്ങളുടെ കുടി മാറിയാൽ അത്തരം കാശ് വീട്ടിൽ കിട്ടും, അത്തരം കാശ് കൊണ്ട് നിങ്ങൾക്ക് സാരി വാങ്ങിക്കാവുന്നല്ലാതെ ദൈവത്തിന് എന്താ പ്രയോജനം? അപ്പോൾ പ്രാർത്ഥന റീഡിസൈൻ ചെയ്യണം. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഒരു എൻജിനീയറിങ്, കവനൻ്റ് എൻജിനീയറിങ് എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട പ്രാർത്ഥനയാണിത്. വെച്ചാൽ ഇപ്പോൾ സ്വാതി പറയണത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നിന്നെ കൺവേ ചെയ്യണം. പക്ഷെ ഇത്രയും നാൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങോട്ട് പറയണത് എനിക്ക് എൻ്റെ അനുഭവങ്ങൾ തരണം, അപ്പോൾ എനിക്ക് ഈസി ആയിരിക്കും. അതാണ് പുള്ളെന്ന് പറയണത്. പുഷ് മാത്രമല്ല, പുള്ളിയെ മുമ്പോട്ട്. കാര്യം ദൈവത്തിന് പ്രയോജനമുള്ള കണ്ടൻ്റ് ആകും. അപ്പോഴും സ്വാഭാവികമായിട്ട് ഇതിൻ്റെ സ്പീഡ് കൂടും, ഇതിൻ്റെ വേഗം കൂടും, ഉടമ്പടിയുടെ വേഗം കൂടും. ഹബക്കൂക്ക് 3:19. ഹബക്കൂക്ക് 3:19. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി, ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. അല്ലാതെ ഉന്നതങ്ങളിലേക്ക് അവിടുന്ന് എന്നെ നടത്തുന്ന, മേൽഗതിയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. ഈ മേൽഗതിയിലേക്ക് നമ്മളെ നയിക്കണത് എങ്ങനെയാണ്? അവിടുന്ന് എൻ്റെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഇപ്പൊ നമ്മുടെ ജീവിതയാത്രയെ സ്പീഡപ്പ് ചെയ്യുന്നത് ആരാണ്? ദൈവമാണ്, നമ്മളല്ല. നമ്മളെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. അപ്പൊ ദൈവമാണ് വേഗത നൽകണത്. അപ്പൊ ദൈവം വേഗത നൽകണമെങ്കിൽ സ്പീഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങളായി ഉടമ്പടി മാറണം. നമ്മൾക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഉടമ്പടി ഇട്ടിരിക്കുന്നത്. നിയോഗങ്ങളില്ല, 6 നിയോഗങ്ങളെല്ലാം നമുക്ക് പ്രാധാന്യമുള്ളതാണ്. നമ്മൾക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾ എഴുതിയിടുകയും ദൈവത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങൾ നമ്മൾ തൊട്ട് നോക്കിയിട്ടില്ല. ഇപ്പം അലീഷയുടെ ഒരു പ്രശ്നം, അലീഷയുടെ അമ്മ പറയും, നിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചെന്നല്ലാതെ നീ ഒരു കാരുണ്യപ്രവർത്തിയോ ഒരു രോഗിനെ പോയി കാണുകയോ ഒരു കാരുണ്യപ്രവർത്തികളോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അമ്മ പറയും. അപ്പോൾ ഇവൾ ഉടനെ പറയണത്, നമുക്ക് കാശുണ്ടാവമ്മേ ഇതൊക്കെ ചെയ്യാൻ, കാരുണ്യപ്രവർത്തിക്ക് ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും എന്തിനും വാങ്ങിച്ചൊക്കെ കൊടുക്കണ്ടേ രോഗികൾക്ക്? അതിന് കാശ് വേണ്ടേ? നമുക്ക് ഇവിടെ നിന്നാണ് കാശ്? കാലണയില്ലാത്തവർ എന്ത് കാരുണ്യപ്രവർത്തി ചെയ്യാനാണെന്ന് ചോദിക്കും. പക്ഷെ ആ ചോദ്യത്തോടുകൂടി മാതാവ് ഇവൾക്ക് മനസ്സിൽ അടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോം മനസ്സിൽ കാണിക്കും. ഇപ്പോൾ ഇവൾ നടന്ന് ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകും. വിസ ബ്ലോക്ക് ചെയ്തിരിക്കണമല്ല, വിസ ബ്ലോക്ക് ചെയ്ത് ഉടമ്പടി ഉടക്കായി കിടക്കുകയാണ്. പക്ഷെ അമ്മ ആ ഉടക്ക് നിവർത്താൻ വേണ്ടി പറയുകയാണ്, കാരുണ്യപ്രവർത്തി ചെയ്യണില്ല, അതുകൊണ്ടാണ് ഉടക്കി കിടക്കണമെന്ന് പറയും. അപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലാവും. ഇവൾ നടന്ന് ഒരു ആതിരാലയത്തിൽ പോകും. അവൾ പറയണത്, ഞാൻ ഒന്നും ചെയ്തില്ല. അവിടെ പോയി ആതിരാലയത്തിലുള്ള അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും ഒക്കെ വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്ന് അവർക്ക് ഭയങ്കര സന്തോഷമായി. മകൾ ഇനിയും വരണമെന്ന് പറഞ്ഞു. കാര്യം ഒറ്റപ്പെടേണ്ട അനുഭവം അനുഭവിക്കുകയാണ്. ആരും ഹൃദ്യമായി സംസാരിക്കാനില്ല. വന്നവർ വായിക്കുറെ ബിരിയാണി കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആൾക്കാരെ കണ്ടതുങ്ങളൊക്കെയാണ്. ഒരു വണ്ടിക്ക് വന്ന് ഇറങ്ങും അല്ലേ, ആരാധനാലയത്തൊക്കെ ചെയ്യണം. അങ്ങനെ അല്ല, ഈ ഓർഫ്ലൈനിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യണം, എവിടെയും കല്യാണം കഴിച്ച് ബാക്കി വന്ന കുറേ ബിരിയാണിയും കൊണ്ട് ഒരു ടെമ്പോയിൽ ചെല്ലും. കുറേ അമ്മമാർ പകുതി കുടിച്ച് കാണും, പകുതി കുടിക്കാത്തവന്മാരുണ്ട്, മദ്യപാനികളുണ്ടാകും. ഇങ്ങനെ കുറേ ആഭാസന്മാരുടെ ഒരു ക്രിയപ്പോക്ക്. ബാക്കി ചോറ് വെട്ടിമൂടുന്നതിന് പകരം അനാഥാലയത്തെ കൊണ്ട് വെട്ടിമൂടും, എന്നാൽ അവർക്ക് കൊണ്ടേ കൊടുക്കും. അപ്പോൾ അവർ അങ്ങനെയല്ല, അവരോടൊരു വാക്ക് സംസാരിക്കുകയോ അതൊന്നും പ്രേക്ഷിത പ്രവർത്തനമല്ല. ഈ സംഭവം നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും ചെയ്തു വെക്കാം, എങ്ങനെയും ചെയ്ത് വെക്കണമല്ല പ്രശ്നം. അതിൻ്റെ പിന്നിലുള്ള എല്ലാം വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് വേണ്ടത്. ഉടമ്പടിയിൽ നമുക്ക് ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ പിന്നിൽ അതിൻ്റെ ചേതോ വികാരം, ചൈതന്യവത്തായ ആ ഉപവിപ്രവർത്തനത്തിൻ്റെ ചൈതന്യം
പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എങ്ങനെ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ലാതെ കല്യാണത്തിനൊക്കെ കുറേ ബിരിയാണി ബാക്കി വന്ന് കുറേ അണ്ണന്മാർ അതിൻ്റെ സ്മോൾ എടുത്തിട്ട് അവിടെ അനാഥാലയത്തിൽ കൊണ്ടുപോയി ഡംപ് ചെയ്ത് ഈ ചെരുവങ്ങടെ ഇറക്കി വെച്ച് ഞങ്ങൾക്ക് പോകണമെന്ന് പറയും. ഇതല്ലേ പറയണത്? ഇതൊന്നും പ്രേക്ഷിത പ്രവർത്തനങ്ങളല്ല. അതൊരു ആധ്യാത്മിക കുറ്റകൃത്യമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ആധ്യാത്മികമായിട്ടുള്ള ആൾക്കാർ, ദൈവത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നതിൻ്റെ പരമ്പരാഗതമായ ഈ പ്രവർത്തനങ്ങളെ ഇന്ന് വോട്ട് പിടിക്കാനും പാർട്ടി വളർത്താനും വേണ്ടി ആൾക്കാർ പൊതിച്ചോറ് കൊടുക്കുന്ന കാലമാണിത്. അതല്ല സഭയുടെ ലക്ഷ്യം. സഭയ്ക്ക് ഇതിനൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുള്ളവരാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്ത മനുഷ്യനോടുള്ള ജീവനോടുള്ള ബഹുമാനത്തിൻ്റെ കാരുണ്യപ്രവൃത്തിയും കരുതലും ചേർത്ത് പിടിക്കലുമാണത്. ആ ചേർത്ത് പിടിക്കൽ സംഭവിക്കുന്നത് ആധ്യാത്മികമായ ദൈവികമായ ലക്ഷ്യത്തോടു കൂടിയാണ്. ആ പ്രവർത്തനമാണ് ഉടമ്പടി നിങ്ങൾ ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എന്റെ കാരുണ്യ പ്രവൃത്തികളിലെ പരിശുദ്ധാത്മാവിന്റെ ഫലമായ ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. അപ്പൊ അവള് അലീഷ ചെയ്ത അതാണ്. അലീഷ ചെയ്തത് അവിടെ പോയി അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. എല്ലാവരോടും ഓരോരുത്തരോടും മാറി മാറി സംസാരിച്ചു. എന്നിട്ട് അവൾക്ക് പോരുമ്പോൾ ഷീ വാസ് ജസ്റ്റ് കണ്ടൻറ്റഡ്. എന്ന് വെച്ചാൽ അവൾ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഭവമായ ഒരു ആന്തരികമായ ശക്തി തോന്നി. അത് ഈ മിനിയും അത് തന്നെ പറയുന്നുണ്ടാണ്. ഞങ്ങൾ ഓരോരുത്തർക്കും പത്രം കൊടുക്കും. ഞങ്ങൾ പത്രം കൊടുത്തിട്ട് അവരോട് ചോദിക്കും, നിങ്ങൾ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവർ പറയും, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ അത്ഭുതങ്ങൾ വായിക്കണം, ഈ ആഴ്ച നടന്ന കാര്യമാണ്, നിങ്ങൾ കൃപാസനത്തിൽ പോയിട്ടുണ്ടോ? അവർ പറഞ്ഞു പോയിട്ടില്ല. പോകേണ്ട സ്ഥലമാണ്, അമ്മ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മിനി ആൾക്കാരോട് പറയും. അതാണ് പ്രേക്ഷിത പ്രവർത്തനം, ദൈവസേവകം എന്ന് വേണം. അല്ലാതെ പത്രം കൊണ്ട് വലിച്ചെറിഞ്ഞാൽ പോകുകയില്ല. ആരുടെങ്കിലും മോന്തക്കെട്ട് ചാണ്ടിയിട്ട് അടുത്ത ഇനി 4 കൂടി ഉണ്ടെന്ന് പറഞ്ഞ് നടക്കണേ. ഇങ്ങനെയുള്ള ആൾക്കാരെ ഉടമ്പടി എടുത്തിരിക്കണത് വെളുക്കാൻ ചെക്കണ പാണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം എന്നിട്ട് ഈ മിനി അലിഷയുമാണല്ലോ, 2 പേരാണല്ലോ ഇവിടെ മോഡലായിട്ട് എടുത്തിരിക്കണത്. ഈ മിനി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞങ്ങളുടെ അനുഭവങ്ങൾ കർത്താവിനെ അറിയാത്തവരോട് പറയും, ഞങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പറയും. എന്നിട്ട് കർത്താവിനെ കുറിച്ച് അവരോട് സംസാരിക്കും. തിരിച്ചു പോരുമ്പോൾ എന്തെന്നില്ലാത്ത ആന്തരിക ആഹ്ലാദമാണ് മനസ്സിൽ. അതാണ് കണ്ടൻ്റ് എന്ന് പറയുന്നത്. അത് അലീഷയ്ക്കും വരുന്നുണ്ട്. ഈ ഓൾഡ് ഏജ് ഹോമിൽ പോയി അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ ദാരിദ്ര്യം സംസാരിക്കാനും കേൾക്കാനും പറയാനും ആരും ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കുമ്പോൾ അലീഷ പറയും, കാശെന്തിനാ കാരുണ്യപ്രവർത്തിക്ക്. ആൾ പറയുന്നുണ്ട്, കാശെന്തിനാ കാരുണ്യപ്രവർത്തിക്ക്, മര്യാദക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ അറിഞ്ഞാൽ മതി. അപ്പോൾ കാരുണ്യപ്രവൃത്തിയാണ് നിൻ്റെ പ്രശ്നം. നിൻ്റെ ഉടമ്പടി ഉടക്കെന്ന് മനസ്സിലാക്കിയപ്പോൾ പിറ്റേ ദിവസം മുതൽ മൂവ്മെൻ്റായി ഉടമ്പടി. നിങ്ങളുടെ ഉടമ്പടി ഉടക്കി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ മാത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ടാകും, ചെയ്യുന്നില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാകും, ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല. ചെയ്യേണ്ടതുപോലെ ചെയ്യണില്ലെന്നാണ് പ്രശ്നം. ചെയ്യേണ്ടതുപോലെ എന്താണ്? എന്ത് ചെയ്താലും കർത്താവിൻ്റെ സ്നേഹത്തോടെ ചെയ്യണം. എന്ത് ചെയ്താലും എന്ത് ചെയ്താലും 1 കൊരിന്തോസ് 16:14 നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. എന്ന് പറഞ്ഞ നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. പത്രം കൊടുത്തു,
രോഗികളെ പോയി കണ്ടോ, പൊതിച്ചോറ് കൊടുത്തു, വെളുപ്പിന് എഴുന്നേറ്റ് പാകം ചെയ്തു, അതല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? അതിൻ്റെ അകത്ത് ഇന്ധനത്തിനാണ് പ്രശ്നം. അത് നിങ്ങൾ സ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്നേഹമാണ്. ബൈബിളിൽ നമുക്ക് സ്നേഹമുണ്ടാകാം, നമുക്ക് വിശ്വാസമുണ്ടാകാം. പക്ഷെ മനുഷ്യ സ്നേഹമുണ്ട്, മനുഷ്യവിശ്വാസമുണ്ട്. അതിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവസ്നേഹമുണ്ട്, ദൈവവിശ്വാസമുണ്ട്. അതെന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം റോമൻ 4:20 എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അപ്പോഴ് ദൈവവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യവിശ്വാസം കേവലമാണ്. മനുഷ്യവിശ്വാസത്തിൽ ചെയ്യാം. എന്തുമാത്രം മനുഷ്യന്മാരാണ് ദൈവത്തെ അറിയാത്തവരൊക്കെ ദൈവത്തെ വിശ്വസിക്കാത്തവർ പോലും കുറേ ഉപപ്രവർത്തനങ്ങളൊക്കെ ചെയ്യണില്ലേ? അത് മനുഷ്യവിശ്വാസമാണ്. ദൈവവിശ്വാസം എന്ന് പറയണത് റോമൻ 4:20 എന്താണ്? ആ വിശ്വാസം കൊണ്ട് ദൈവത്തെ മഹത്വമായിരിക്കണം. അല്ല നമുക്ക് വോട്ട് വാങ്ങിക്കുക എന്നുള്ളതല്ല, അധികാരത്തിൽ കയറുക എന്നുള്ളതല്ല. അതിൻ്റെ വിഷയം ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം. അപ്പം നീ ഉടമ്പടിയിൽ ഒരു ഉപവിപ്രവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം. അപ്പം മിനി അത് പറയുന്നുണ്ട്, ഞങ്ങളത് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ്. പക്ഷെ ഞങ്ങളത് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കാര്യം നടക്കണമേ എന്നല്ല ഞങ്ങൾ ചിന്തിക്കണത്, മറിച്ച് ദൈവം മഹത്വപ്പെടണം, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ ശക്തി പ്രാപിക്കണം. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് 4:20 എന്താ പറയണത്? ഏറ്റു പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിലെ ശക്തി പ്രാപിക്കുവിൻ. അപ്പൊ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ, ശക്തിയുള്ള വിശ്വാസം, പവർഫുൾ ഫെയ്ത്ത്, എവിടെയെങ്കിലും ഉടമ്പടി ഉടക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ഉപയോഗിക്കേണ്ട പവറ് ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തുന്ന ശക്തിയുള്ള വിശ്വാസമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തിയുള്ള വിശ്വാസം ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഇതാണ് വെച്ചാൽ ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഉപവിപ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും നമ്മൾ ചെയ്യേണ്ടത്. എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നിങ്ങൾ 100 രോഗികളെ കണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ചിലപ്പോൾ ഒരു രോഗിനെ കണ്ടിരിക്കണത് അത് ദൈവസ്നേഹത്തോടെ ആണെങ്കിൽ അവിടെയാണ് ബലം പ്രാപിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ബലം പ്രാപിക്കണമെങ്കിൽ അപ്പോൾ റോമൻ 4:20 അനുസരിച്ച് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ് വിശ്വാസത്തില് ശക്തി പ്രാപിക്കുകയും. അപ്പൊ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തലാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമ്മളെ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന ദൈവസ്നേഹത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ നാമത്തിലാകണത്. അതാണ് വിഷയം. നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിലാകും. ഇപ്പം നിങ്ങളുടെ ILT PR വരാൻ വേണ്ടി PR-ൻ്റെ നാമത്തിലാണ് നിങ്ങൾ ചെയ്യണത്, നിങ്ങളുടെ നാമത്തിലാണ് സംഭവം ചെയ്യണത്. പിടിയിട്ടില്ലേ? ഉടമ്പടി ചില ആൾക്കാർ ഇരന്ന് പണി മേടിക്കണത് അങ്ങനെയാണ്. ഇവർ ഭയങ്കരമായിട്ട് പണിയൊക്കെ ചെയ്യും. ഓർഫനേജിൽ പോവുകയോ അല്ലെങ്കിൽ രോഗികളെ പോയി കാണുക, ആശുപത്രിയിൽ പോവുകയോ പൈസ കൊടുക്കുകയോ ചെയ്യും. എന്തിനാണ്? കർത്താവ് ഇങ്ങനെയെങ്കിലും PR കിട്ടണേ എന്ന് പറയുമ്പോൾ ആർക്ക് PR കിട്ടണ കാര്യമാണ് പറയണത്? അവർക്കാണ്. അവരുടെ നാമത്തിലാണ് ചെയ്യണത്. അവരുടെ നാമത്തിൽ ചെയ്യുമ്പോൾ ബലം പ്രാപിക്കത്തില്ല. അവിടെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? ദൈവം അതിൻ്റെ അകത്ത് കക്ഷിയല്ല. ഉടമ്പടിയിൽ ദൈവമാണ് കക്ഷി. അപ്പം അതെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യണം. ആരെങ്കിലും എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ, 10:42 ഈ ചെറിയവരിൽ ഒരുവന് പറഞ്ഞ് ഈ ചെറിയൊരുവന് ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആരുടെ ശിഷ്യനാണ്? കർത്താവിൻ്റെ ശിഷ്യനാണ് അല്ലേ? അപ്പോൾ ഒരു വ്യക്തിയെ കർത്താവിൻ്റെ ശിഷ്യനായി കണ്ടുകൊണ്ട്
കർത്താവിൻ്റെ നാമത്തിലാണ് അവരെ സഹായിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആരുടെ നാമത്തിലാണ്? നിങ്ങളുടെ PR-ൻ്റെയോ പെൻഷൻ്റെ നാമത്തിൽ, നിങ്ങളുടെ നാമത്തിലല്ല. ആരുടെ നാമത്തിലാണ്? കർത്താവിൻ്റെ നാമത്തിലാണ്. ഒരു പത്രം കൊടുക്കുമ്പോഴും ഒരു പൊതിച്ചോറ് കൊടുക്കുമ്പോഴും കർത്താവെ നിൻ്റെ നാമത്തിൽ. സ്വാതികൃഷ്ണ അവസാനം പറയുന്നൊരു വാക്കുണ്ട്. പറയണത്, കർത്താവെ ഞാൻ രക്ഷപ്പെടുകയോ രക്ഷപ്പെടാതിരിക്കുകയോ, ഞാൻ വിദേശത്ത് പോവുകയോ ജോലി കിട്ടുകയോ, അതൊന്നുമല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം നീയാണ്. എവിടെ ഞാൻ പോയാലും പോയില്ലെങ്കിലും, പരീക്ഷ തോറ്റാലും ജയിച്ചാലും എന്തു ചെയ്യണം? നിന്നുമായിട്ടുള്ള ബന്ധം പോകരുതെന്ന്. അതാണ് സംഭവം. അത് സ്വാതികൃഷ്ണ ഭയങ്കര ലീഡ് ചെയ്യുന്നുണ്ട് ആ സാക്ഷ്യത്തിൽ. നിങ്ങൾക്കറിയാമല്ല, ഒരു കാത്തലിക്കും അല്ല ക്രിസ്ത്യനും അല്ല, പക്ഷെ വായിന്ന് വരുന്ന വർത്തമാനങ്ങളെന്നൊരു വല്ലാത്ത വർത്തമാനം. അവസാനം അവൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, കർത്താവെ ഞാൻ പരീക്ഷയ്ക്ക് തോറ്റാലും ജയിച്ചാലും എനിക്കത് പ്രശ്നമല്ല. എൻ്റെ പ്രശ്നം എന്താണ്? നീയുമായിട്ടുള്ള ബന്ധം പോകാതിരിക്കണം. അപ്പോൾ ആരുടെ നാമത്തിലായി അവൾ ചെയ്യുന്നതെല്ലാം? കർത്താവിൻ്റെ നാമത്തിൽ. അതെന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറയണത്? ദൈവസ്നേഹത്തോടെയാണ് പറയണത്. ഏത് ജാതിയായാലും എന്നും പറഞ്ഞിട്ടൊരു കഥയുമില്ല. നിങ്ങൾ ദൈവസ്നേഹമുണ്ടോ, ഉടമ്പടി എപ്പോൾ ക്രാക്കാകുമെന്ന് ചോദിക്കാൻ മതി. ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തോട് ചെയ്യണം. അതിനകത്ത് ജാതിയുമില്ല, മതവുമില്ല, എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. എപ്പോഴാണ് നീ ദൈവത്തിനോട് സ്നേഹം തോന്നുകയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ജീവിക്കുകയും ചെയ്യണത്, അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ മാത്രമല്ല, മക്കളിന് പകരം എന്താണ് ഈശോ പറഞ്ഞത്? നീ അവിടുത്തെ ശിഷ്യയാകുന്നു, നീ അവൻ്റെ ശിഷ്യനാകുന്നു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും ദൈവസ്നേഹത്തോടെ നിർവഹിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യാം. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. ഇതിന് നോഹൗ എന്ന് പറയുന്ന ജ്ഞാനസൂത്രം, അത് ഇപ്പം മനസ്സിലായില്ലേ? ലളിതമാണ്, സിമ്പിളല്ലേ? അത് സിമ്പിളാണത്. ചെയ്യണ കാര്യങ്ങൾ ദൈവസ്നേഹത്തോടെ ചെയ്യണം. ഈ ദൈവസ്നേഹത്തോടെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകണത്? നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിലാണ് നിൽക്കുന്നത്. അതാണ് ബലം, ഫലമാണ് ബലം. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലം വേണമെന്ന് പറഞ്ഞിട്ട് കാറിക്കൂവിട്ട് കാര്യമില്ല. ഉടമ്പടി നിങ്ങൾ വൃത്തിയും വിനയമായിട്ട് ദൈവത്തിന് മുൻനിർത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യു വിൽ ബി എംപവേർഡ് വിത്ത് ദ ഗ്രേസ്. ക്യാപിറ്റൽ ഗ്രേസ് ഉണ്ട്, 7 ഗ്രേസസ്. ദൈവത്തിൻ്റെ 7 ഗ്രേസ്, പരിശുദ്ധാത്മാവിൻ്റെ 7 ഗ്രേസസ് ഉണ്ട്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം, അതാണ് ബലം. ഗലാത്യർ 5:22. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. അതായത് ഇതിൻ്റെ പറയുന്ന സൗമ്യതയും ആത്മസംയമനവും ഒക്കെ സ്നേഹത്തിൻ്റെ ചേരുവകളാണ്. സ്നേഹം ഒരു വ്യക്തികളിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ഉണ്ടാകുന്ന പെരുമാറ്റങ്ങളും ആണ് ഈ സൗമ്യതയൊക്കെ വരണത്. ഇപ്പം സ്നേഹം എന്താണ്? ഇപ്പം സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താ? അത് ക്ഷമിക്കുന്ന സ്നേഹമാണ്. ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ക്ഷമ എന്താ? അത് സഹിക്കുന്ന സ്നേഹമാണ്. എല്ലാം കണ്ടൻറ്റ് വൈസ് ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ. പൗലോസ് അപ്പോസ്തലൻ അങ്ങോട്ട് പരത്തി പറഞ്ഞിരിക്കുകയാണ് സംഭവം. ഇത് 7 ക്യാപിറ്റൽ ഗ്രേസസ് ആണ്. എന്തൊക്കെയാണ്? സ്നേഹം, പിന്നെ എന്താണ്? ആനന്ദം, ജോയ്, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത. ഇത്രയാണ് സംഭവം. ഈ 7 ഫലങ്ങളെ നമ്മൾ ഉടമ്പടിക്കാലത്ത് ക്രിയേറ്റ് ചെയ്ത് വരണം. എന്തൊക്കെയാണത്? ഒന്ന് നോക്കിയേ. സ്നേഹം, ആനന്ദം, സമാധാനം, സമാധാനം, വായിച്ചോളൂ,
ക്ഷമ, ക്ഷമ, ദയ, ദയ, നന്മ, നന്മ, വിശ്വസ്തത. വിശ്വസ്തത. ഇപ്പം ഈ 7 ഫലങ്ങള്, 7 ഫലങ്ങൾ വരുന്നതിന് മുമ്പ് വേറെ ഒരു സംഭവം അവിടെ നടക്കണം. വെറുതെ 7 ഫലങ്ങൾ ഉണ്ടാകത്തില്ല. 7 ഫലങ്ങൾ. ഇപ്പോൾ ഒരു ചെടിയിൽ നമ്മളൊരു ചെടി നടാൻ പോവുകയാണ്. ചെടി നടുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം? ആദ്യം തന്നെ ഇപ്പോൾ ഒന്നും വേണ്ട, ഒരു ചാലിൽ ചെമ്മീൻ കൃഷി തുടങ്ങാൻ പോവുകയാണ് എന്ന് വിചാരിച്ചോ. ചെമ്മീൻ കൃഷി തുടങ്ങിയാലും ചെടി നട്ടാലും ആദ്യം ചെയ്യണത് എന്താണ്? ആദ്യം ആ കെടുവളമൊക്കെ മാറ്റും, അല്ലേ? പഴയ മണ്ണൊക്കെ മാറ്റും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ അടിവളം ഇട്ട് കൊടുക്കും. പിന്നെ എന്ത് ചെയ്യും? അതുപോലെ തന്നെ ചെമ്മീൻ കൃഷിക്കാരാണെങ്കിൽ വെള്ളത്തിൻ്റെ pH നോക്കും. pH കറക്റ്റ് ചെയ്യാൻ കുമ്മായി വിടും. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യും? വെള്ളം കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് വേറെ വല്ല ജീവികൾ, അതുപോലെ തന്നെ ഇനി ഇത് കൂടാതെ ചെമ്മീനെ തിന്നുന്ന ആമകളുണ്ട്, അല്ലെങ്കിൽ ഞണ്ടുണ്ടെങ്കിൽ അതിനൊക്കെ ആദ്യം കരക്ക് പിടിച്ച് കയറ്റും. എല്ലാത്തിനും വെള്ളം അരിച്ചേർക്കും. എന്തിനാണ് ചെമ്മീൻ ഇടണം? അല്ലെങ്കിൽ ആമ അടിച്ച് കളയും എല്ലാത്തിനും, അല്ലെങ്കിൽ ഞണ്ട് തിന്ന് കളയും. ഇതുപോലെ നമ്മുടെ ഈ ആത്മാവിൻ്റെ ഫലങ്ങൾക്ക് മുമ്പ് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. അതവിടെ അത്ര ആമയും ഞണ്ടും വേറെ ഉണ്ട്. അത് മാറ്റിയാൽ മാത്രമേ ആത്മാവിൻ്റെ ഫലങ്ങൾ പ്രവർത്തിക്കത്തുള്ളൂ. അതെന്തൊക്കെയാണ്? അത് 7 ഉണ്ട്. അതേതാണ്? അത് മത്തായി 15:19 എടുത്തേ. ദുശ്ചിന്തകൾ, ഒന്ന് പറഞ്ഞ ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പൊ ഒന്നിനു വായിക്കാം. ഹൃദയത്തിൽ ഈ ഞണ്ടും ആമയൊക്കെ ഉണ്ടെന്ന് നോക്കുകയാണ് കേട്ടാ. എന്തൊക്കെയാണ്? ദുശ്ചിന്തകൾ, പറഞ്ഞ ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, മിണ്ടാതിരിക്കാന്നല്ല കേട്ടാ. ഇപ്പം കിണറ്റിൻ്റെ വെള്ളമില്ല, ജപ്പാൻ വെള്ളമായത് കാരണം എല്ലാ അടുക്കളയിൽ വെള്ളം കിട്ടണതുകൊണ്ട് വലിയ പരദൂഷണം ഇല്ല. എന്നാൽ അടുക്കള പരദൂഷണം കാണും ചിലപ്പോൾ. ശ്രദ്ധിക്കണം ഉടമ്പിലിരിക്കുന്ന ആൾക്കാരെ. ഇപ്പോൾ നമ്മൾ പുറത്ത് ഔട്ട് ഗോയിങ് മിനിസ്ട്രി ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ ഇന്റേണൽ മിനിസ്ട്രി നമുക്കുണ്ട്. അകത്ത് അടുക്കള പരദൂഷണമുണ്ട്. ആ കിണറ്റിൻ്റെ കരയിൽ നിന്ന് ജപ്പാൻ വെള്ളം വന്നപ്പോൾ പരദൂഷണം അടുക്കളയിൽ കരയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മാറിയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കുണ്ടാകരുത്. മനസ്സിലായി? ഇതിനകത്ത് ഉടമ്പടിക്കാർക്ക് കാര്യം ദൈവം നിങ്ങളിൽ ലാൻഡ് ചെയ്യേണ്ട സമയമാണ് ഉടമ്പടി. അപ്പോഴേ ദൈവകൃപ ആത്മാവിൻ്റെ 7 ഫലങ്ങൾ വരുന്ന മുമ്പ് 7 പിശാചുക്കളെ പുറത്താക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇവളിൽ നിന്നാണ് 7 ടേക്ക് ദ ബെഡ് ഓഫ് ഗോൾഡ്. മർക്കോസ് 16:9. ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുക്കളെ പുറത്താക്കിയത്. അപ്പൊ പാപിനിയായ സ്ത്രീയെ കുറിച്ച് പറയുന്ന ഭാഗമാ. അവിടെ എന്താ പറയുന്നത്? ഇവളിൽ നിന്നാണ് 7 പിശാചുക്കളെ പുറത്താക്കിയത്. പരിശുദ്ധാത്മാവിൻ്റെ 7 ഫലങ്ങൾ വരുന്ന മുമ്പ് പിശാചുക്കൾ 7 അവിടെ ഉണ്ടാവും. ചിലപ്പോൾ പരദൂഷണം, അല്ലേ, പക, ആഭിചാരം, വ്യഭിചാരം, ഇങ്ങനെയുള്ള 7 സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇവയെ പുറത്താക്കി നമ്മൾ ടാർഗറ്റ് ചെയ്യണം. ലോകത്ത് ഒത്തിരി വിഷയങ്ങളൊക്കെ ആൾക്കാർ സംസാരിക്കുകയും ചെയ്യും. നിങ്ങളുടെ കൂട്ടത്തിൽ കർത്താവ് പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങളുടെ ശത്രു നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കുമെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 10:36. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ. ആത്മീയ ശത്രുക്കളെ കുറിച്ച് പറഞ്ഞാണ്, അല്ലാതെ നിങ്ങളുടെ അതിരുമാന്തര ശത്രുക്കളല്ല. ആത്മീയ ശത്രുക്കള് നമ്മളിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ചൈതന്യം എടുത്തു കളയുന്ന ശത്രുക്കള് എവിടെയായിരിക്കും? നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആയിരിക്കുമെന്ന്. നിങ്ങളുടെ രക്തബന്ധത്തിലും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾ വർഷത്തിലോ അവരുടെ നിങ്ങൾ പങ്കുചേരാകുമ്പോൾ പറയും, ഓ ഇവളിപ്പോൾ വേദം കൂടിയെന്നാണ് തോന്നുന്നത്, ഇവളിപ്പോൾ പുണ്യാളത്തിയായി, എന്നാൽ ഒരു രൂപക്കൂട് പണിയട്ടെ എന്ന് ചോദിക്കും. അതാ സംഭവം. നമ്മളോട് മുഖത്ത് നോക്കി, ഓ ഇനിയിപ്പോൾ രൂപക്കൂട് പണിയേണ്ടി വരും.
അപ്പോൾ നീയല്ലേ പ്രാർത്ഥനക്കാരൻ, നീ പറ എന്നാ കേൾക്കാവില്ല നമുക്ക്. എന്തെങ്കിലും കൊണ്ട് കുടുക്കിലാക്കിയും പറയും, നീയല്ലേ ഇവിടുത്തെ പ്രാർത്ഥനക്കാരത്തി, നീ പറയുമെന്ന് പറയും. അപ്പം അങ്ങനെയുള്ള പെരിച്ചാഴികളെ നിങ്ങൾ തിരിച്ചറിയണം. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ആധ്യാത്മികമായിട്ട് തകർക്കണതോ അല്ലെങ്കിൽ നിങ്ങളെ ഒതുക്കണതോ ആയിട്ടുള്ള ശത്രുക്കളെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആയിരിക്കും, നമ്മുടെ ഓൺ ഫാമിലി തന്നെ ആയിരിക്കാം. ചിലപ്പോൾ നമ്മുടെ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, ഭാര്യയായിരിക്കാം, ആരും ആയിക്കോട്ടെ. ആർക്കും ഏത് സമയത്തും ദൈവത്തെ അറിയാത്തത് കൊണ്ട് തെറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ദൈവത്തെ മനുഷ്യൻ്റെ തെറ്റുകൾ വചനം പറയണത്, മനുഷ്യൻ്റെ തെറ്റുകളുടെ ഉറവിടം എന്താണ്? മത്തായിയുടെ 22-29 എടുത്തേ. യേശു മറുപടി പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അപ്പൊ അത് ഒന്ന്, ഇത് മനസ്സിലാക്കാത്ത ആൾക്കാർ, അതാണ് വിശുദ്ധ വചനം മനസ്സിലാക്കണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഒരു മനുഷ്യനെ വിശുദ്ധ വചനം മനസ്സിലാക്കണമെങ്കിൽ ഗ്രീക്ക് പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഹെർമറ്റിക്സ് പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെന്താ പഠിക്കേണ്ടത്? ദൈവത്തിൻ്റെ ശക്തി. വിശുദ്ധ വചനങ്ങൾ പഠിക്കേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാവുന്നവരാണ് വിശുദ്ധ വചനങ്ങൾ പഠിച്ചു എന്ന് പറയണത്. അപ്പോൾ വിശുദ്ധ ലിഖിതങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം? വിശുദ്ധ ലിഖിതങ്ങളുടെ ഗ്രാമർ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, അതിൻ്റെ ഭാഷയുടെ മൂലശാസ്ത്രം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ശക്തിയുടേതാണ് അടയാളങ്ങൾ വരണത്. അപ്പം അടയാളങ്ങളെല്ലാം ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രകടനങ്ങളാണ്. വിശുദ്ധ ഗ്രന്ഥം അറിയുന്നത് ദൈവത്തിൻ്റെ ശക്തി അറിയാൻ വേണ്ടിയാണ്. ബൈബിളിൽ എല്ലായിടത്തും ശക്തി എന്നാണ് പറയണത്. ക്രിസ്തുവായാലും പിതാവായ ദൈവമായാലും പരിശുദ്ധാത്മാവായാലും എല്ലാം ശക്തിയുടെ സത്താവിശേഷങ്ങളാണ്. സാരൂപ്യത്തിൽ അവരൊരു വ്യക്തിയാണ്, സത്തയിൽ അവരൊരു ശക്തിയാണ് ശരിക്കും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു എന്ന് Colossians 1:24 പറയും. അതേസമയം തന്നെ അതിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് മറിയത്തോടും മാലാഖ പറയണത് പരിശുദ്ധനെക്കുറിച്ചാണ്. ലൂക്ക 1:35. അതുപോലെ തന്നെ മനുഷ്യപുത്രനെ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകും എന്ന് ശിഷ്യന്മാരോട് ഈശോ പറയണത് പിതാവായ ദൈവത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ അത് മത്തായി 26 അപ്പം ദൈവത്തിൻ്റെ ശക്തി. ഇപ്പം നിങ്ങൾ ഓരോരോ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ശക്തിയെയാണ് ദൈവമഹത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഉടമ്പടി ഉടക്കുകൾക്ക് നേരെ ഇതിനെ റിലീസ് ചെയ്യിക്കുന്നത്. അപ്പം അതെപ്പോഴും നമ്മൾ ഉടമ്പടിയിൽ വചനം വായിക്കുമ്പോഴും വചനം ചെയ്യുമ്പോഴും അവൻ പറയണ പോലെ ചെയ്യുമ്പോഴും ചെയ്തുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുമ്പോഴും ചെയ്തുകൊണ്ട് വിശ്വാസം കൈമാറുമ്പോഴും ചെയ്തുകൊണ്ട് ഉപയോഗി പ്രവർത്തനം നടത്തുമ്പോഴും ഒക്കെ ഫലത്തിൽ നമ്മൾ ബലം പ്രാപിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എവിടെയെങ്കിലും ഉടക്കി നിൽക്കുകയാണ് ഉടമ്പടി എങ്കിൽ അതിൻ്റെ അർത്ഥം ബലം പ്രാപിക്കൂ, നീ ബലം പ്രാപിക്കൂ എന്നതിൻ്റെ അർത്ഥം. ദൈവസ്നേഹത്തെ ബലം പ്രാപിക്കണം, ദൈവ വിശ്വാസത്തെ ബലം പ്രാപിക്കണം. ബലം പ്രാപിക്കാൻ വേണ്ടി പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ദൈവം നിന്നെ വഴി നടത്തുകയും ചെയ്യും. അല്ല, ചില ആൾക്കാർക്ക് സംഭവിക്കണം ഉടമ്പടി അത് ബേസ്മെൻറ്റിൽ തന്നെ ഇപ്പം 10,000-ത്തോളത്തിലധികം മനുഷ്യർ ഇത് എക്സിക്യൂട്ട് ചെയ്ത് ഇറ്റ് ഈസ് എ പ്രൂവൺ ഫാക്റ്റാണ്, ഓൾറെഡി തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഉടമ്പടി വർക്കിംഗ് കണ്ടീഷൻ വേണ്ടതുപോലെ ആകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഉടമ്പടി നിങ്ങൾ വേണ്ട വിധത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഉടമ്പടി വേണ്ട വിധത്തിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നാണ് അച്ഛൻ ഇപ്പോൾ നിങ്ങളെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രഭാഷകൻ 36:6.
പ്രഭാഷകൻ 36:6. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് പറഞ്ഞ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. അതാണ് വിഷയം. അതാണ് ഈ ലൂക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ മത്തായി 22-29. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയും അറിയാതെ കൊണ്ട് തെറ്റ് സംഭവിക്കണത്. അപ്പോൾ എപ്പോഴും തെറ്റ് സംഭവിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് ശക്തിയെക്കുറിച്ച് നമുക്കൊരു തിട്ടമില്ലാത്തത് കൊണ്ടാണ്. ദൈവം എപ്പോഴും അടയാളങ്ങളും വീണ്ടും വീണ്ടും കാണിക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് പ്രഭാഷകൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. എന്താണ്? അങ്ങയുടെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച്. അപ്പോൾ വീണ്ടും വീണ്ടും അടയാളം പ്രവർത്തിക്കാൻ ദൈവം തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം സമാന്തര ഇടപാടുകൾ ഉണ്ടാക്കുന്നത്. എന്താണ്? തൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ സംവിധാനങ്ങളിലേക്ക് ദൈവം പോകുന്നതിൻ്റെ കാരണം എന്താണ്? അടയാളം കണ്ടുകൊണ്ട് ജനക്കൂട്ടത്തിൽ കാണുമ്പോൾ എനിക്ക് അനുകമ്പ തോന്നുന്നു. അതിൻ്റെ കാര്യം അവരിന് ഇടയില്ലാത്ത ആടുകളായി പോയെന്ന്. അതെല്ലാ കാലത്തും തുടരും. ഇടയന്മാർ അവർ ചെയ്യേണ്ട ജോലികൾ ചെയ്തില്ല. അതിന് പകരം അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അതാണ് ദൈവഹിതമെന്നും പറഞ്ഞ് അവർ സ്വയം വിശ്വസിച്ചുകൊണ്ട് അവർ വിഡ്ഢികളുടെ സ്വർഗത്തിൽ താമസിക്കുമ്പോൾ ജനം വീണ്ടും ഇടയില്ലാത്ത ആടുകളെപ്പോലെയാകും. അവർ പരിഭ്രാന്തരാകും. സുവിശേഷം ഒരു ചികിത്സയാണ്. എന്തിനെതിരെയുള്ള ചികിത്സയാണ്? ജനത്തിൻ്റെ ജീവിതത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുമ്പോണ്ടാകുന്ന പരിഭ്രാന്തിക്ക് ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും പ്രകടമാക്കി കൊടുക്കാനുള്ള വിളിയാണ് സഭയുടെ വിളിയെങ്കിൽ ആ വിളിയുടെ ഏറ്റവും അവസാന രൂപമാണ് കവനൻ്റ്, മരിയൻ കവനൻ്റ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ.